ചായക്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേവരയിലെ സീക്രട്ട് ഹാർട്ട് CMI പബ്ലിക് സ്കൂളിലെ ആർട്ട് ടീച്ചറായ സുമ സക്കറിയാണ്. നമുക്ക് ടീച്ചറോട് വിശേഷങ്ങൾ ചോദിച്ചാൽ. നമസ്കാരം. എനിക്ക് തോന്നുന്നു വരയിലെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ടീച്ചറിൻ്റെ ബാല്യകാല ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ടീച്ചറിൻ്റെ സ്വദേശം എവിടെയാണ്, അതുപോലെ പാരൻസ്, അവരെക്കുറിച്ചും കുറച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. കടവന്ത്രയിലാണ് എൻ്റെ സ്വദേശം. അതേപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ ഒരു കോൺട്രാക്ടറാണ്, KX ഫ്രാൻസിസ് കാട്ടുപറന്നാണ്. പിന്നെ അമ്മച്ചി ലൂസിയാമ്മ ഫ്രാൻസിസ്. അമ്മച്ചി ഹൗസ് വൈഫായിരുന്നു, അപ്പച്ചൻ ഫൈലിംഗ് കോൺട്രാക്ടറായിരുന്നു. പിന്നെ അമ്മച്ചി ഒരുമാതിരി വരക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അമ്മച്ചിയുടെ അടുത്ത് നിന്നാണ് ആ ഒരു ഇത് അമ്മച്ചിയുടെ ഇതും. പിന്നെ എന്ന് വെച്ചാൽ അപ്പച്ചനൊക്കെ എന്ന് വെച്ചാൽ പഴയ സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള, പഴമയുടെ മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പച്ചൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ 12 മക്കളാണ് അവരങ്ങനെ. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. 2 പേര്, ഒരാൾ സൂസി, ഒരാൾ സുജ, അങ്ങനെ 2 പേരാണുള്ളത്. അപ്പം ചെറുപ്പത്തിലേ നമ്മളുടെ സ്കൂളിലൊക്കെ അന്നൊക്കെ ഡയഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരയ്ക്കാൻ. പിന്നെ ഡ്രോയിങ് ഉണ്ട്. ഡ്രോയിങ് ഉണ്ടെങ്കിലും സാറ് വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ. കാരണം വെച്ചാൽ ബാക്കി ടൈമിലൊക്കെ ബാക്കി സബ്ജക്റ്റ് ടീച്ചേഴ്സാണല്ലോ കയറി എടുക്കുന്നത്. അപ്പം അമ്മച്ചി വീട്ടിൽ എനിക്ക് ഡയഗ്രാമൊക്കെ വരച്ച് തരുമായിരുന്നു. അന്ന് ഞാൻ വരയ്ക്കില്ല, അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ അത് കണ്ട അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ എന്നാലും ഞാൻ ഇതിലേക്ക് വരുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പം ടീച്ചർ പറഞ്ഞു വരുന്നത് വർണ്ണങ്ങളുടെ ലോകത്തിലേക്ക് ടീച്ചർ വന്നത് യാദൃശ്ചികമായിട്ടല്ല, പാരൻസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. കാരണം അവരാണ് പിന്നെ എന്നെ +2, അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കലാഭവനിലേക്ക് പഠിക്കാൻ വിട്ടത്. കാരണം അത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒരു കർത്താവിൻ്റെ കുഞ്ഞാടിനെ പിടിച്ചിരിക്കുന്ന മുൾച്ചെടിയുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അത് വെറും ചാർട്ട് പേപ്പറിലാണ് വരച്ച്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഞങ്ങളുടെ വാളിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് തന്നെ ഇരുളും വെളിച്ചം എന്ന് പറഞ്ഞ് മംഗളത്തിലൊക്കെ എഴുതുന്ന അങ്കിളിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ആനി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ ഇൻ ലോയാണ് അങ്കിളിൻ്റെ. അപ്പോൾ ആൻറ്റി അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേ ആൻറ്റി പറഞ്ഞ്, അന്ന് പിന്നെ സുമേനെ വരയ്ക്കാനുള്ള ഇതിലേക്ക് വിട്ടുകൂടെ എന്ന് ചോദിച്ചു പഠിക്കാൻ. അങ്ങനെയാണ് എന്നെ കലാഭവനിലേക്ക് ആക്കിയത്. പഠനകാലത്താണല്ലോ നമ്മുടെ സ്വപ്നങ്ങൾ പൂവിടാൻ തുടങ്ങുന്നത്. ടീച്ചറിന് ആ ഒരു ടൈമിൽ ഒരു ആർട്ട് ടീച്ചർ ആവണമെന്ന് തന്നെയായിരുന്നോ ആഗ്രഹം, അതോ കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റേതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നോ ആഗ്രഹം? എനിക്ക് ആർട്ട് ടീച്ചറാണോന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ ആകെ കണ്ടേക്കുന്നത് ഞങ്ങളുടെ ഡ്രോയിങ് സാറിനെ മാത്രമേ ഉള്ളൂ പഠിച്ചിരുന്ന കാലത്ത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് അഡ്വർടൈസിങ് ഒക്കെ എനിക്ക് ഒത്തിരി, ഇപ്പോൾ TV-യിലാണെങ്കിലും പരസ്യങ്ങളെ ഞാൻ കൂടുതൽ കാണാറ്. ക്രിയേറ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഫ്ലവർ മേക്കിങ്, അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഇതിലേക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകണമെന്നുള്ള, അപ്പോൾ അഡ്വർടൈസിങ്ങിനാണ് കൂടുതൽ. അതാണ് ഞാൻ അഡ്വർടൈസിങ്ങിലേക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു എന്താണ്
യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് വന്നു. ടീച്ചറിന് ഏത് മീഡിയമാണ് കൂടുതൽ ഇഷ്ടം? ഓയിലാണോ അതോ അക്രിലിക് ആണോ വാട്ടർ കളറാണോ? ഏതാണ് കൂടുതൽ ഫേവറേറ്റ്? ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ചെയ്തിരുന്നത് ഓയിലാണ് ചെയ്തിരുന്നത്. അന്നേരം ഓയിൽ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും അങ്ങനെ അത് തന്നെ. അന്ന് നമുക്ക് സമയത്തിൻ്റെ ഇതൊക്കെ ഒത്തിരി ഉണ്ട് സമയം അന്ന്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ തന്നെയാണ് ഇഷ്ടം. കാരണം അതിങ്ങനെ സ്ലോയിലാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് അനുസരിച്ചൊക്കെയാണ് അതിൻ്റെ ഡ്രൈനസ് ഒക്കെ വരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും സ്പെഷ്യൽ തന്നെയാണ്. അത് തന്നെ സ്പെഷ്യലാണ്. അത് കാണാൻ അത്രയും ഭംഗിയായിരിക്കും. നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് നമ്മളത് ചെയ്തു പോകുന്നത്. അല്ലാതെ ഇടയ്ക്കൊരു മടുപ്പ് തോന്നുക ഒന്നും ചെയ്യത്തില്ല. പക്ഷേ വാട്ടർ കളർ അങ്ങനെയല്ല. വാട്ടർ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടൈം കുറേ എടുക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പേപ്പർ മാറ്റി പിന്നെ അടുത്ത വീണ്ടും ചെയ്യേണ്ടി വരും. കറക്ഷൻസ് പറ്റത്തില്ല. കാരണം പിറ്റേ ദിവസം വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ചേഞ്ചസ് വരുത്താം. പിന്നെ നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റാണ് ചെയ്യണമെങ്കിൽ അയാളുടെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ പിറ്റേ ദിവസം അത് ചേഞ്ചസ് വരുത്താം. അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ ഓയിൽ കളേഴ്സ് എളുപ്പമാണ്. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അക്രിലിക്കാണ് ചെയ്യുന്നത്. അക്രിലിക്ക് കാരണം സാധാരണക്കാർക്ക് ഓയിൽ കളേഴ്സും അക്രിലിക്കും മനസ്സിലാകത്തില്ല കണ്ടു കഴിഞ്ഞാൽ. ക്യാൻവാസാണ് അതിപ്പോൾ നമ്മൾ ഓയിൽ എന്ന് പറഞ്ഞാൽ അവർ പക്ഷെ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അക്രിലിക്കാകുമ്പോൾ നമുക്ക് സമയലാഭം. ഇപ്പം നമുക്ക് ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓയിൽ കളേഴ്സ് അങ്ങനെയല്ല. അതെ. അപ്പോൾ അക്രിലിക്കാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നതും ഇപ്പം ഇഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോൾ സമയം കിട്ടിയാൽ തീർച്ചയായും ഓയിൽ കളേഴ്സിലൊക്കെ കയറാം. അതിന് ടൈമാണ്. ഇപ്പം നമുക്ക് ടൈമാണല്ലോ ഇല്ലാത്തത്. അതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഒബ്സർവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ടീച്ചർ എങ്ങനെയാണ് ഒരു ചിത്രം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ചിലരൊക്കെ ഫോൺ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കുമല്ലോ. ടീച്ചർ എന്താണ് ചെയ്യാറുള്ളത്? ആദ്യമൊക്കെ ഞാൻ സ്കെച്ച് ബുക്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെയുള്ളവരുടെ ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് അവരോട് പറയും ഫോണിലൂടെ ഒരു ഫോട്ടോ ഞാൻ കാണുന്ന എന്താണോ അത് ഞാൻ എടുക്കാൻ പറയും. ഇപ്പം ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യണേ റൂട്ടിലൊക്കെ ചില പ്രായമായ സ്ത്രീകളൊക്കെ പൂ വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണാൻ ചിലവരുടെ നല്ല ബ്യൂട്ടി ആയിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ ഞാൻ പറയും ഒരു ഫോട്ടോ എടുക്കട്ടാന്ന് പറയും. അവർ ഇതൊക്കെ എന്തിനാന്ന്. പക്ഷേ നമ്മളതിലൊരു സൗന്ദര്യം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കും. പിന്നെ കൂടുതൽ നേച്ചറാണ് ഞാൻ. ഇപ്പം നമ്മൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ കുറേ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലാൻഡ്സ്കേപ്പിലാണെങ്കിലും അതിൽ ഓരോ ആൾക്കാരെ കാണുകയാണെങ്കിലും അതും ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ടീച്ചറിന് ഇപ്പോൾ ഫിഗറാണോ അബ്സ്ട്രാക്റ്റ് ആണോ കൂടുതൽ ഇഷ്ടമുള്ള ഒരു പെയിൻറ്റിങ്? എനിക്ക് ഫിഗർ ഇഷ്ടമാണ്. ഫിഗറാണ് ഇഷ്ടം. ടീച്ചർ എനിക്ക് തോന്നുന്നു വീട്ടിൽ സമയം കഴിച്ചാൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലായിരിക്കും. തീർച്ചയായും. അപ്പം സ്കൂളിൽ ചേർന്ന് കിടക്കുന്ന അനുഭവങ്ങൾ. സ്കൂളിലെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം ഇവിടെ തന്നെയാണല്ലോ. വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത, അതായത് നമുക്കിപ്പോൾ സമയപരിമിതികളുണ്ട്. കാരണം ഞാനൊരു വീട്ടമ്മ കൂടിയാണ് അല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ കുറേ ജോലികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും എല്ലാ പണിയും കഴിഞ്ഞ് ഒരു 11-12 മണിയാവും, ടയേർഡാവും. പിന്നെ അതുമല്ല പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരേണ്ട തിരക്കും കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ കുറേ ആഗ്രഹങ്ങൾ തീരുന്ന സ്കൂളിൽ തന്നെയാണ്. കാരണം ഞാനിവിടെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്കിവിടെ ഓപ്ഷണൽ ആർട്ട് മാത്രമൊക്കെ എടുക്കുന്ന പീരീഡുകളുണ്ട്. പിന്നെ അതുകൂടാണ്ട് 12th ക്യാൻവാസാണ് ഞാൻ ഓരോ വർഷവും മിക്കവാറും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ ചെയ്യുമ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഒത്തിരി ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷേ ആർക്കും അറിയില്ല അത്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തും ഇടയ്ക്ക് അവരുടെ ക്യാൻവാസുകൾ ടച്ച് ചെയ്തും അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഞാൻ അങ്ങനെ ചെയ്ത് തീർക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ സപ്പോർട്ടുള്ള ഒരു ഇതാണോ? തീർച്ചയായും. ഞങ്ങളുടെ ഫാദർ വർഗീസ് കാച്ചപ്പള്ളി അച്ഛനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പള്. ഫാദർ ഞങ്ങളുടെ മാനേജറും കൂടിയാണ്. ഫാദർ നല്ല സപ്പോർട്ടാണ്. ഫാദറിന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ ഫാദർ ശരിക്കും പറഞ്ഞ ഒരു കലാകാരൻ കൂടിയാണെന്ന് പറയാം. കാരണം എല്ലാ മേഖലയിലും
പാട്ട് പാടാനും ഒക്കെ അച്ഛൻ ഞങ്ങളുടെ ഇവിടെ ഓരോ പ്രോഗ്രാം ഉള്ളപ്പോൾ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിക്കാനും ഒക്കെ അച്ഛൻ നല്ല, അതുകൊണ്ട് ആയിരിക്കണം ഞങ്ങളുടെ ഈ വരയുടെ ഇതിനും അച്ഛൻ വളരെ സപ്പോർട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ ഇതിനു മുമ്പ് വന്ന പ്രിൻസിപ്പൽമാരാണെങ്കിലും ഫാദർ ആൻ്റണി മാടവനക്കാട് അച്ഛനായിരുന്നു ഇതിനു മുന്നേയുള്ള പ്രിൻസിപ്പൽ. ഫാദറും നല്ല സപ്പോർട്ടൊക്കെയാണ്, ഇങ്ങനെ ക്യാമ്പിന് വിടാനും ഒക്കെ ഫാദറും. ഇപ്പം വർഗീസ് അച്ഛനാണെങ്കിലും അച്ഛൻ ഒത്തിരി സപ്പോർട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അച്ഛൻ പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ പുറത്ത് പോയി ഇങ്ങനെ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും മാറ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതും സ്കൂൾ ബേസായിട്ടാണ് നമ്മൾ പോകുന്നത്. പല സ്കൂളുകളിലാണ് നമ്മൾ ക്യാമ്പിനൊക്കെ പോകുന്നത്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ ബ്രഷും ക്യാൻവസുമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് ടീച്ചർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ചെയ്തിട്ടുണ്ട്. ഫ്ലഡ് വന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ക്യാമ്പ് ഡർബ ഹാളിൻ്റെ അവിടെ ഞങ്ങൾ ഒരു ടീച്ചാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട് ടീച്ചേഴ്സിൻ്റെ. അപ്പോൾ ആ ടീച്ചേഴ്സിൻ്റെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ കുറേ കലാകാരന്മാരായ ടീച്ചേഴ്സ്, അധ്യാപകർ അവിടെ ഇതേപോലെ ക്യാമ്പുകൾ നടത്തി. ഞങ്ങൾ ഈ ഫ്ലഡിനെ കുറിച്ച് എല്ലാവരും പല പല രീതിയിലാണ് വരച്ചത്. അതായത് നമ്മൾ മീഡിയയിലൂടെയും ന്യൂസ് പല ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ട ആ ഒരു മെമ്മറിയിൽ വെച്ച് നമ്മൾ അത് വരച്ച് ഞങ്ങളവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കേരള കലാ അക്കാദമിയുടെ ആർട്ട് ഗാലറി അവിടെ ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ എല്ലാ ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഫ്ലഡിൻ്റെ സമയത്തും ഞങ്ങൾ അത് ചെയ്തു. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ ഈ ബ്രഹ്മപുരത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഇതേപോലെ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചായിരുന്നു ടീച്ചാർട്ടിൻ്റെത്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ നമ്മളുടെ പ്രശ്നത്തിൻ്റെ ഇതിൻ്റെ ആ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് അന്നേരം വരച്ചിട്ടുണ്ട്. അങ്ങനെ ടീച്ചർ എനിക്കറിയാം ഇപ്പം പറഞ്ഞ പോലെ ഒത്തിരി എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ടീച്ചറിൻ്റെ എക്സിബിഷൻസിനെ പറ്റിയുള്ള ഒരു അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ വീട്ടിലിരുന്ന് വരച്ചുകൊണ്ട് മാത്രമൊന്നും ആകുന്നില്ല. ഞാൻ പറഞ്ഞു സ്കൂളിൽ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ തീരുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മൾ ഇതേപോലെ കുറേ ക്യാമ്പുകളും എക്സിബിഷനും ഒക്കെ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. കാരണം പലവരുടെയും വർക്കുകളാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാവർക്കും വേറൊരു ആർട്ടിസ്റ്റ് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡിഫറെൻ്റാണ്, പലരുടെയും പെർസ്പെക്റ്റീവ് നമുക്ക്. പിന്നെ തീർച്ചയായും അവരുടെ കളർ വയ്ക്കുന്ന അവരുടെ ശൈലികൾ, അവരുടെ സ്റ്റൈല് പലതായിരിക്കും. അപ്പോൾ ആ സ്റ്റൈലുകളൊക്കെ പുതിയ പുതിയ സ്റ്റൈലുകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ തീർച്ചയായും എക്സിബിഷൻ തന്നെ കാണാൻ പോകണം. കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് കാണാനെങ്കിലും നമ്മൾ പോകണം, എന്നാലേ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ടീച്ചർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ഒത്തിരി വേദികളുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷെ പെയിൻറ്റിങ്സ് നമുക്ക് വിൽക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ കുറവാണ്, ആളുകൾ അത് ബൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം അതിനെപ്പറ്റി ടീച്ചറിൻ്റെ ഒരു അഭിപ്രായം എന്താ? അതായത് പുറത്ത്, അതായത് നോർത്ത് ഇന്ത്യൻസൊക്കെ ഒത്തിരി ചിത്രങ്ങൾ ഇവിടെ വന്ന്, പുറത്തുള്ളവരാണ് കൂടുതൽ ഇവിടെ വന്ന് ചിത്രങ്ങൾ വാങ്ങിച്ച് അവർ കൊണ്ട്, ഫോറിനേഴ്സ് എന്നുവെച്ചാൽ അവർക്ക് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അവർ കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഇവിടുത്തെ മലയാളികൾ, കേരളീയർ വാങ്ങിക്കൽ കുറവാണ്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാകാം. അതേസമയം നമ്മൾ വെറുതെ കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായി. അപ്പോൾ ആർട്ടിസ്റ്റ് എന്നാൽ ചിത്രങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനുവേണ്ടി അതിന് താല്പര്യമില്ല. കാരണം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. എങ്കിൽ പോലും, കാരണം നമ്മളുടെ പെയിൻറ്റിന് നല്ല കോസ്റ്റാണ്, പെയിൻറ്റ്, ക്യാൻവാസ് എല്ലാം നല്ല വിലയുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതനുസരിച്ചുള്ള കോസ്റ്റാണ് ഇടുന്നത്. നമ്മൾ പ്രൈസ് ഇടുമ്പോഴത്തേക്കും അത് വന്ന് നോക്കും. കൂടുതൽ ഇത് ഇവർ വന്ന് നോക്കിയാൽ നല്ല സൂപ്പറാണ്, ഇതാന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ എമൗണ്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും പതുക്കെ ബാക്കൗട്ട് ചെയ്യും. അതേസമയം പുറത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെയല്ല, അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്താണ് അവർ ചെയ്യുന്നത്, അവരെടുത്തുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാം, ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് വേണമെങ്കിൽ ഇത് കലാകാരന്മാരെ സഹായിക്കാം. കാരണം ഒത്തിരി കലാകാരന്മാരുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളവർ, നല്ല കലാകാരന്മാർ, നന്നായിട്ട് വരയ്ക്കുന്നവർ, എന്നതിലൊക്കെ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. പക്ഷേ എല്ലാവരുടെ വീടുകളിൽ ചെന്നാൽ കാണാം ക്യാൻവാസുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അത് വാങ്ങിക്കാൻ ആളില്ല.
പിന്നെ വെറുതെ വളരെ കുറവ് വിലയിൽ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പെയിൻറ്റിൻ്റെ ഇതും എല്ലാം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിൻ്റേത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന തലമുറ പോലും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല. ഇത് കാരണവും ഇതിങ്ങനെ വെറുതെ വരച്ച് വെച്ചിട്ട് എന്താ, ആരും വാങ്ങിക്കുന്നുമില്ല. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുന്നതുകൊണ്ട് അതെ. പക്ഷെ ഓൺലൈനിൽ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളുടെ കോപ്പീസ് ആയിരിക്കുള്ളൂ. അതും തിരിച്ചറിയാൻ എല്ലാവർക്കും അറിയില്ല. ചിലവരുണ്ട് കോപ്പികൾ വരച്ചതാണെന്നും പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മളുടെ ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് വന്ന് ഇതിനു വേണ്ടി കൂടുതൽ ഒരു എന്താ പറയുക, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നത് അത് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് വന്നാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇപ്പം ടീച്ചർ പറഞ്ഞു തന്ന് നമ്മൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നേഷൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആർട്ടിസ്റ്റാണ് അവരുടെ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഭാഗം. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ആർട്ടിസ്റ്റുകളെ വളർത്തിയെടുക്കാൻ നോക്കുക. സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അതിലേക്ക് കടന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും അവരത് പ്രൊഫഷനായിട്ട് എടുക്കണമെങ്കിൽ അവർക്ക് അതിന് പേയ്മെൻറ്റ് വേണ്ടേ. അപ്പം നമ്മൾ അതിലേക്ക് ഒന്ന് നോക്കുന്നത്, ആ ഒരു മാറ്റർ സീരിയസ് ആയി കാണുന്നത് നല്ലതായിരിക്കും.